Admissions open for next academic year. Pre-KG to class 12. Lakshmi Narayana Vidya Niketan, Panapuram and Lakshmi Narayana Junior School, Ottapalam. ഈസ്റ്റ് ഒറ്റപ്പാലം കോലോത്തുകുന്ന് ഭാഗത്തെ കുടിവെള്ള പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. ഈസ്റ്റ് ഒറ്റപ്പാലം കോലോത്തുകുന്ന് ഭാഗത്തെ കുടിവെള്ള പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. കുടിവെള്ള പദ്ധതിക്ക് സമീപം തോടിൽ ചാലി കീറിയാണ് കുടിവെള്ള പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയത്. 2008 കിഴക്കേത്തോട് കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നത്. ഇതുവരെയും കുടിവെള്ള പ്രശ്നം നേരിട്ടിട്ടില്ല എങ്കിലും ഇത്തവണ ഈ ഭാഗത്ത് നേരിട്ടത് വലിയ രീതിയിലുള്ള കുടിവെള്ള ക്ഷാമമാണ്. കുടിവെള്ളം മുട്ടിയതോടെ ജനങ്ങളും വാർഡിലെ കൗൺസിലറും ചേർന്നാണ് ഇത്തരത്തിൽ ചാലി കീറി താൽക്കാലിക പരിഹാരം കണ്ടെത്തിയത്. 200 മീറ്ററോളം JCB ഉപയോഗിച്ചാണ് ചാലി കീറിയിരിക്കുന്നത്. ഇത് താൽക്കാലികമാണെന്നും 2 ദിവസത്തിനകം വേനൽ മഴ ില്ലെങ്കിൽ വീണ്ടും പ്രശ്നം രൂക്ഷമാകുമെന്നും നാട്ടുകാർ ആശങ്ക പങ്കുവച്ചു. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കൃത്യമായി എത്തിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നും നാട്ടുകാർ അറിയിച്ചു. ഇത് എത്ര ദിവസം ഉണ്ടാവും പറയാൻ പറ്റില്ല. ദൈവാനുഗ്രഹം കൊണ്ട് 2 ദിവസം കഴിഞ്ഞൊരു മഴ കിട്ടിയാൽ തുടർന്ന് വെള്ളം കിട്ടും. ഇല്ലെങ്കിൽ കോലോത്തുകുന്ന് നിവാസികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധയിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമെങ്കിലും കൃത്യമായി ഞങ്ങൾക്ക് ഇവിടെയുള്ള ആളുകളെ ചത്തുപോകാത്ത രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വിട്ടുതരാനുള്ള ഒരു കനിവ് അവിടെ നിന്ന് ഉണ്ടായി തരണം എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഉപയോഗിക്കും. ജനങ്ങളുടെ പിൻബലത്തിലാണ് ഇത്തരത്തിൽ ചാലികീറി വെള്ളം കണ്ടെത്താൻ ശ്രമിച്ചതെന്ന് വാർഡ് കൗൺസിലർ സുനീറ മുജീബ് പറഞ്ഞു. കോലോത്തുനിന്ന് കുടിവെള്ള പദ്ധതിയിൽ ജലക്ഷാമം നേരിട്ടപ്പോൾ ജനങ്ങളുടെ സഹായത്തോടു കൂടി 200 മീറ്ററോളം JCB ചാലികീറി നമ്മളിന്ന് പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്താത്തൊരു പ്രദേശമാണ് കോലോത്തുനിന്ന്. ഈ പ്രദേശത്ത് ജനങ്ങളുടെ സഹകരണമാണ് നമുക്ക് ഏറ്റവും വലിയ കരുതലായിട്ടുള്ളത്. അവരുടെ പിൻബലത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്ന് ഈ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. സാധാരണ വർഷങ്ങളിൽ തടയണ കെട്ടി വെള്ളം സംഭരിച്ചിരുന്നതായും ഇക്കുറി ഇത് ചെയ്യാത്തതിനാലാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. ഏറ്റവും ഉപകാരം കിട്ടുന്ന 100ഓളം കുടുംബങ്ങൾക്കാണ്. അത് ഇത്രയും കാലം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇക്കുറി പൊതുവേ വെള്ളം കുറവാണ്. അപ്പം അതിന് തടയണ കെട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എന്തോ നടന്നില്ല. ഈ തവണ അങ്ങനെ അടുത്ത തവണയെങ്കിലും മുൻകരുതലോടുകൂടി ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്ന് വിചാരിക്കണം.